ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഞ്ജലീനെ അശ്വിൻ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അമ്പലത്തിൽ. അങ്ങനെ ശ്യാം അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ ചോദിക്കേണ്ട ഏതമ്പലത്തിലേക്ക് പോകേണ്ടത്? ശിവക്ഷേത്രത്തിലേക്ക്. നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വട്ടം ഞങ്ങൾ പോയ ശിവക്ഷേത്രം? ആ അമ്പലത്തിലേക്കാണ് പോകേണ്ടതെന്ന് പറയുകയാണ്. ഓ, അതാണല്ലോ ശ്രുതി ലക്ഷ്മിയുടെ വീടിനടുത്തുള്ള അമ്പലമാണല്ലോ എന്ന് നമ്മുടെ അശ്വിൻ പെട്ടെന്നൊരു സെക്കൻഡ് ആലോചിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി ഒന്ന് റെഡിയാവാൻ വേണ്ടി പോണ സമയത്ത് അശ്വിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ, അത് ശ്രുതിയുടെ വീടിനടുത്താണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ ലാവണ്യനെയാണ്. ലാവണ്യ പൊട്ടാറ്റോ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നതൊക്കെ ഫോണിലൊക്കെ നോക്കി വല്ലാതെ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മനോരമ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. മോളെ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കാണിച്ചില്ല. ഞാൻ പൊട്ടാറ്റോ ആദ്യം തന്നെ സ്മോൾ പീസായിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിക്കണം. ഇതാണെങ്കിൽ പെട്ടെന്ന് വേവണമില്ല. ആ സമയത്ത് നീ ഒരു കാര്യം ചെയ്യണം. ദേ രാമേട്ടാ, നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം. ആ അമ്മ അവിടെ നിന്നെങ്ങാനും എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉറങ്ങാൻ വേണ്ടി പോയതാണ്. എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങളെ വന്ന് വിവരം അറിയിക്കണം, കേട്ടല്ലോ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അമ്മയുടെ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് അമ്മ എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലയോ നോക്കണം എന്ന് പറയാണ്. ശരി ഇത് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലാബിൻ്റെ പറയേണ്ടത്, നീ ഒരു കാര്യം ചെയ്യും മോളെ, സവാള എടുത്തിട്ട് അരിയാൻ വേണ്ടി പറയുവാണ്. അതിനുശേഷം കാണിക്കുന്ന ശ്യാമിനെയാണ്. ശ്യാമ ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് വാതിൽ മുട്ടുന്നുണ്ട്. ശ്രുതി പ്രീതി, അമ്മായി വാതിൽ തുറക്കുന്നൊക്കെ പറയുമ്പോൾ ആരും തുറക്കുന്നില്ല. ആ സമയത്ത് അവിടുത്തെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആഹാ, ശ്യാം സാറോ? ശ്യാം സാർ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ? എന്താ ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? എവിടെ പോയെന്ന് അറിയില്ല, രാവിലെ തന്നെ പെട്ടിയും പാണ്ടൊക്കെ ആയിട്ട് പോയതാ. എന്നോട് അവരൊന്നും പറയാറില്ലല്ലോ. ഓ, അപ്പോൾ ശ്യാം സാറിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എൻ്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു, 2-3 ദിവസമായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുവാട്ടോ പുള്ളിക്കാരൻ. അതിനുശേഷം കാണിക്കണം നമ്മുടെ അശ്വിനെയും അതുപോലെ തന്നെ അഞ്ജലിനെയാണ്. അവർ ആ അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ അവിടെ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചേച്ചീനെ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം അശ്വിൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ വീടായിട്ട് തൊട്ട് മുമ്പിൽ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് തന്നെ അശ്വിൻ സൂക്ഷിച്ച് നോക്കുവാണ്. അവിടെ ഗേറ്റ് തുറന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ ആ പഴയ കാര്യം ആലോചിക്കുകയാണ്. ശ്രുതിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. അതേസമയം അമ്മായിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെടുത്തും പ്രീതിയെടുത്തും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മക്കളെ, എൻ്റെ കയ്യിൽ വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അശോകേട്ടനെ ഹെൽപ്പ് ചെയ്താനായിരുന്നു. ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട്, അയ്യോ അമ്മായി, അത് ഞങ്ങൾക്ക് അറിയാലോ, അമ്മായി വിഷമിക്കുമെന്ന് വേണ്ടത് പറയാണ്. അതിനുശേഷം അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അഞ്ജലി ആ കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, ശ്യാം ആ പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്യാം തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവരെ കാണുവാണ് കേട്ടോ. ശ്യാമിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ശ്യാം അപ്പം തന്നെ ആ ചേട്ടനോട്, ഓക്കെ എന്നാൽ ശരി, ആ ശ്യാം സാറിൻ്റെ നമ്പർ തരികയാണെങ്കിൽ അവർ വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട സാരില്ല, ഞാൻ പിന്നീട് വിളിച്ചോളാം എന്നൊക്കെ പറയാം കേട്ടോ. ശരിയെന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൈയൊക്കെ കൊടുത്തിട്ട് വലിയ ആളെപ്പോലെ അവിടെ നിന്ന് പോകുവാണ്. അപ്പോൾ ശ്യാമിനാണെങ്കിൽ ഇങ്ങനെ പതറിന പോലെ ചിരിച്ചുകൊണ്ടൊക്കെ അഞ്ജലിയുടെ അടുത്തേക്ക് പോവാട്ടോ. അപ്പോൾ സമയത്ത് അഞ്ജലിയും അശ്വിനും ശ്യാമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഏട്ടനെന്താ ഇവിടെ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടെന്ന്. ആ ക്ലയൻറ്റാണ് ഇപ്പോൾ പോയത് എന്ന് പറയുവാണ്. ഒരു കട ഒഴിപ്പിക്കൽ അതിൻ്റെ കേസാണ്. എന്നിട്ട് ശ്യാമേട്ടൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? ഓ കഴിഞ്ഞല്ലോ, എനിക്കിനൊരു പണിയും ഇല്ല എന്ന് പറയാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ശ്യാം പറയുന്നുണ്ട്. പെട്ടെന്ന് ശ്യാമും അശ്വിനും ഒരുപോലെ ശ്രുതിയുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ അങ്ങോട്ട് നോക്കി നിൽക്കണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുവാണ്. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ മനോരമേനെയാണ്. മനോരമ നോക്കുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ തൊലിയൊന്നും കളയാണ്ട് ആ സവാള അരിയാണ്. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഓ, ഈ സവാള അരിഞ്ഞ മുഖമൊക്കെ ഡള്ളായിപ്പോയി. മറ്റേ കണ്ണാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു എന്നൊക്കെ പറയും. മനോരമ പറയുന്നുണ്ട്, എൻ്റെ മോളെ, അതങ്ങനെയൊക്കെയാണ്. സവാള അരിയുമ്പോൾ ഈ ലോകത്ത് എല്ലാവരും കരയും. പിന്നെ നീ എന്തേ കാണിക്കണത്? സവാള വൃത്തിയാക്കാണ്ട് അരിയുവാണോ? അയ്യോ, പിന്നെ എന്താ ചെയ്യേണ്ടത്? ആദ്യം സവാളയുടെ തൊലി കളയണം, എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കണം. വലിയ പീസായാലും ചെറിയ പീസായാലും ഈ സ്റ്റൂ ഉണ്ടാക്കാനല്ലേ എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, ഈ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മനോരമ ചെയ്യുവാണ്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ വീണ്ടും കുറച്ച് പൗഡറൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മനോരമ ലാവണ്യ എടുത്ത് പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ഇത്തിരി പൊടി എടുത്തിട്ട് കുഴയ്ക്കാൻ വേണ്ടി പറയുകയാണ്.
ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. ശരി ഞാൻ കുഴച്ചോളാം എന്ന് പറയുന്നുണ്ട് ലാവണ്യ. അതിനുശേഷം നമ്മുടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോരമ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണ്യ കുഴക്കണത് എങ്ങനെയാണെന്ന് അറിയാണ്ട് വിരലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക കേട്ടോ പൗഡർ. മനോരമയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ ലാവണ്യന്. പെട്ടെന്ന് സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ലാവണ്യനെ നോക്കുമ്പോഴാണ് മനോരമ ഞെട്ടിപ്പോകുക കേട്ടോ. ലാവണ്യാണെന്നുണ്ടെങ്കിൽ വിരൽ വെച്ച് കുഴയ്ക്കാൻ പറ്റാണ്ട് സ്പൂണൊക്കെ വെച്ച് കുഴയ്ക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൈ ഗോഡ്, നീ എന്തായി കാണിക്കണത്? ഇതിങ്ങനെയൊന്നും അല്ല മോളെ കുഴയ്ക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കുഴച്ചാലേ ആ മുത്തശ്ശിയുടെ 16 എന്തിനായാലും നിൻ്റെ തീരില്ലല്ലോ. 16 എന്തിരോ അതെന്താ? അതൊരു വലിയ ഫങ്ഷനാണ്. ഉടനെ ഉണ്ടാകുമോ? എൻ്റെ പൊന്നു മോള്, അതിനെക്കുറിച്ച് നിനക്ക് അറിയാൻ പാടാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ ദൈവം കൂടി വിചാരിക്കണം. ഓ അങ്ങനെയാണോ? ശരി ശരി, മാറ്, ഞാൻ കുഴക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നീ ഒരു കാര്യം ചെയ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മനോരമ കുഴക്കുക കേട്ടോ. ശേഷം നമ്മുടെ ലാവണ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ആ കോക്കനട്ട് എടുത്തിട്ട് 2 കഷ്ണമായിട്ട് ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി എഴുന്നേറ്റൊന്ന് പതുക്കെ നോക്കാൻ വേണ്ടി വരുമ്പോഴേക്കോ മുത്തശ്ശി നല്ല ഉറക്കമാണല്ലോ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നായിരിക്കും കുറച്ചിരിക്കുന്നുണ്ടാവുക. അത് കുറച്ച് ചാരി വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെറിയൊരു ഒച്ച കേൾക്കുക കേട്ടോ. ആ ഒച്ച കേട്ട് മുത്തശ്ശി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ആ ചേട്ടൻ അതൊന്നും കാണുന്നില്ല. ചേട്ടൻ പുറത്തിങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് മുത്തശ്ശി നോക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഇയാളെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന രീതിയിൽ മുത്തശ്ശി നോക്കുന്നുണ്ട്. അതിനുശേഷം മനോരമ പറയുന്നുണ്ട്, എൻ്റെ ബേബി നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? നീ ആ കോക്കനട്ട് എടുത്തിട്ട് 2 കഷ്ണമാക്കിയിട്ട് ആ കോക്കനട്ടിൻ്റെ പീസുകളാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ചിരകണം എന്ന് പറയുവാണ്. അതിനുശേഷം കോക്കനട്ട് എടുത്ത് നമ്മുടെ ലാവണ്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മുടെ മനോരമ കുഴച്ചുകൊണ്ടിരിക്കുകയായിട്ട് മാവ്. ലാവണ്യാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കോക്കനട്ട്. ആ സമയത്ത് നമ്മുടെ മനോരമ, എൻ്റെ ബേബി ഇങ്ങനെയല്ല, എൻ്റെ പൊന്നോ ഞാൻ തോറ്റുപോയി ഇവരെ കൊണ്ട് എന്നിങ്ങനെ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.